ഇപ്പം നാട്ടിൽ മൊത്തത്തിൽ പനിയുടെ ഒരു സീസണാണല്ലേ. ഇവിടെയും പല സ്കൂളുകളിലും അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില സ്കൂളുകളിലും ചില ക്ലാസ്സുകൾക്ക് മാത്രം. പനിയായിട്ട് പിള്ളേർക്ക് ആകെ അവശതയാണ്. ഇവിടെയും മക്കൾക്ക് പനിയാണ്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നേ ഉള്ളൂ. വൈറൽ ഫീവറാണ്. മരുന്ന് മേടിച്ചു. ഇനി കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബുക്കുകൾ ഓരോന്നും വച്ചിരിക്കുന്ന ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതൊക്കെ ഇടയ്ക്ക് പൊടി തട്ടി വെക്കാറുണ്ട്. ഇതിലെ ഓരോ ബുക്കും എനിക്ക് ഓരോ ഓർമ്മകളാണ്. സത്യത്തിൽ ഞാൻ എൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ അങ്ങനെ വലിയൊരു കളക്ഷൻ ഓഫ് ബുക്സ് ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ള ബുക്സ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ബുക്സൊക്കെ എനിക്ക് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും പിന്നിലും ഓരോ കഥയുണ്ടായിരിക്കും. ഡിഗ്രി സമയം തൊട്ട് ഞാൻ ബുക്സ് വാങ്ങിക്കാറുണ്ട്. ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും ഞാൻ കൂടുതലായിട്ട് മേടിച്ചു തുടങ്ങിയത് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കൊക്കെ ആദ്യം ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ അധികമൊന്നും അങ്ങനെ മേടിച്ചിട്ടില്ല. 1-2 മേടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ജോലിക്ക് പോയടുത്ത് ഒരു വർഷക്കാലം അവിടെയായിരുന്നു. അപ്പോൾ എല്ലാ മാസവും ഓരോ ബുക്സ് ഞാൻ മേടിക്കും, അത് വായിക്കും. ചിലപ്പോൾ ഒരു മാസം 2 ബുക്കൊക്കെ മേടിച്ചെന്ന് വരും. മിക്ക ബുക്സും എനിക്ക് വായിക്കണം എന്നൊരു ഇൻട്രസ്റ്റോടു കൂടി തന്നെ മേടിക്കുന്ന ബുക്കുകളായിരിക്കും. ഒത്തിരി റിവ്യൂസൊക്കെ കേട്ടിട്ടും പിന്നെ എനിക്ക് വായിച്ച് ഞാൻ ആദ്യത്തെ 2-3 പേജൊക്കെ വായിച്ച് നോക്കിയിട്ട് ഓക്കെ ബുക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന ബുക്സ് ഞാൻ ഓട്ടോമാറ്റിക്കലി വായിക്കും. അങ്ങനെ മേടിച്ച ബുക്സാണ് അധികവും. അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം ഓരോ ഓർമ്മകളാണ്. ഓരോ ബുക്സ് മേടിക്കുന്നതും ആ ബുക്ക് വായിക്കുന്നതും എനിക്ക് ഓരോ ഓർമ്മകളാണ്. ഇങ്ങനെ ബുക്കുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് പരമാവധി ഞാൻ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ള ബുക്കുകളും, ഇത്രയൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത്, ഇംഗ്ലീഷ്. ആ സമയത്ത് വായിച്ചിട്ടുണ്ട് കുറച്ച് ബുക്കുകളൊക്കെ. അതൊന്നും പക്ഷെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കുകളായിരുന്നു, കോളേജ് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്കുകൾ. അതങ്ങനെ തന്നെ തിരിച്ചു മുടക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതല്ല കേട്ടോ. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും നല്ല വായനാശീലമുള്ള ആളുകളാണ്. അവരുടെ കയ്യിൽ ഒരു വലിയ കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കാതെ തന്നെ ആ ഭാഗത്ത് ബുക്ക് വെക്കുന്ന ഷെൽഫിന്റെയും താഴെ മരുന്ന് വെക്കുന്ന ഷെൽഫിന്റെയും ക്ലീനിങ് കഴിഞ്ഞു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ.